ചേച്ചി നമുക്കൊരു മോട്ടർ വാങ്ങിച്ചാലോ? അപ്പൊ ഞാൻ ഈ ചാമ്പി എന്റെ നടുകളയുണ്ടല്ലോ. ഇത് ഞാൻ വർഷങ്ങളായി പറയുന്ന കാര്യ സുഗുണ, അങ്ങനെ കേക്കണ്ടേ? ഈ ചാമ്പി ഞങ്ങള് രണ്ടുപേരെ നടുപോയിട്ട് വർഷങ്ങളായി. സുഗുണം വന്ന പിന്നെയാ ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടെ. നിങ്ങൾ രക്ഷപ്പെട്ടു, പക്ഷെ എന്റെ കാര്യം കഷ്ടത്തിലായി. നടു ഉളുക്കി എന്റെ നടു പഞ്ചറായി. ഈ കോഴിയെ കൊണ്ട് ഭയങ്കര ശല്യമായല്ലോ. ചേച്ചി നമുക്ക് ഇതിനെ പിടിച്ച് കറി വെച്ചാലോ? ഒന്ന് പോയത് സുഗുണ, അതിനെ കറി വെക്കാനുള്ളതല്ല, എന്റെ മിനിക്കുട്ടിയാ. നിനക്കുള്ള മീനൊക്കെ ബിച്ചു പിടിച്ചോണ്ട് വരും. എന്നെ കുറിച്ചാണല്ലോ കാതർക്ക് അവിടെ സംസാരം. ആ ബിച്ചു പോയ ഒരു മീൻ പോലെ കിട്ടില്ല ചേച്ചി. ഞാനാണ് പോയിരുന്നെങ്കിൽ ഇപ്പൊ കൊറേ മീൻ എനിക്ക് വന്നേ. ഏയ് ബിച്ചുവിന് കൊറേ മീൻ കിട്ടാറുള്ളതാ. മോനെ ബിച്ചു, ബീച്ചുകാരെ വെച്ച് പേപ്പിക്കണ്ട. ഗോപൻ വെള്ളത്തിൽ പോയൊരു അശുദ്ധിയായതൊന്നും എനിക്ക് പറയാൻ നിൽക്കണ്ട കേട്ടാ. ആ ശരി ചേച്ചി, നോക്കിക്കോ, ബിച്ചു വല്ല കുഞ്ഞുമീനെ പിടിച്ചിട്ട് വരും. മോനെ ആ കള്ള ശൂരാനെ പറ്റി എന്താണ്ട് കള്ളത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. ഓ, അവനൊരു മണ്ടനാ കാതർക്ക. അവനിപ്പോ എന്തെങ്കിലും തള്ളി നിൽക്കും. നമ്മളത് കാര്യാക്കണ്ട. ഈ മീൻ കാണുമ്പോ അവൻ ഞെട്ടിക്കോളും. നീ തന്നെ. ഓ, നീ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോഴേ ഞാൻ വന്നു. ഞാനെല്ലാം കേട്ടു. നീ ഞെട്ടും എന്റെ കയ്യിലുള്ള മീൻ കണ്ട. നീ അവിടെ മിണ്ടാതെ നിന്നോ. അത് പിന്നെ ഞാനൊരു തമാശ പറഞ്ഞതാണ്ട. നിനക്ക് ഇത് മീൻ ഏതാ നോക്കട്ടെ. അതൊക്കെ ഉണ്ട്. ഇത് റയർ ഫിഷാ, കണ്ടോ? ഹെലികോപ്റ്റർ മീൻ. ഇതിനെ പിടിക്കാൻ ഞാൻ കൊറേ കഷ്ടപ്പെട്ടു മാമൻ. എന്നിട്ട് മുതലാളി എന്തേ? മോനെ ബിച്ചു, അത് ഉണ്ടല്ലേ മോനെ? പറഞ്ഞ പോലെ അച്ഛനല്ലേ ബിച്ചു? നിങ്ങള് രണ്ടുപേരും കൂടെയല്ലേ പോയത്? അതൊരു വലിയ കഥ അമ്മളു. എന്താ മുതലാളി സത്യപോയരാ? ഇവനെ ഞാൻ, നീ ആ വായൊന്ന് അടച്ചു വെച്ച് മിണ്ടാതിരിക്കോ. മാമനൊന്നും പറ്റിയിട്ടില്ല അമ്മാളു. ഈ മീൻ ചീത്തായി പോണതിന് മുമ്പ് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കാതർക്കാക്ക് കൊടുക്ക്. കാതർക്കാരൻ മീൻ കൊടുക്കാന്ന് പറഞ്ഞ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ. മാമൻ എന്ത് പറ്റിയെന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ കള്ള സൂണം പറയുന്നതൊന്നും കേക്കണ്ട. ഞങ്ങൾ മീൻ പിടിക്കാൻ പോയതാ. എന്നിട്ട് എന്താ പറ്റിയെന്ന് പറ. ഓ, ഒന്നും പറ്റിയിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ കാതർക്കാളെ വഞ്ചി കയറിയിട്ട് ചൂണ്ടിടാൻ പോയത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ മാമനോട് ഞാൻ പറഞ്ഞത് ആ വഞ്ചി പിടിച്ച് തള്ളല്ലേത്. മാമനൊരു ഒറ്റ വീഴ്ചയായിരുന്നു ആ വെള്ളത്തിലേക്ക്. ആ വെള്ളത്തിൽ കൂടെ ഒഴുകി പോയ മാമൻ വെള്ളം കുടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഞാനൊരു ബുദ്ധി ഉപയോഗിച്ചു. എന്റെ കയ്യിലെ ചൂണ്ടിയിട്ട് മാമനെ ചൂണ്ടിയിട്ട് എടുത്തു. അങ്ങനെ മാമനെ ഞാൻ രക്ഷപ്പെടുത്തി. ചൂണ്ടിയിട്ട് പിടിക്കാൻ അങ്ങേരെന്താണ് കൊമ്പസ്രാവോ? അത് പിന്നെ പെങ്ങലെ ഞമ്മളെ വഞ്ചിയില്. ഞാനപ്പളെ പറഞ്ഞില്ലേ ഇവർക്ക് മീൻ പിടിക്കാൻ അറിയില്ല ചേച്ചി. എടാ സുഗുണ, നിനക്ക് ഞാൻ തരുന്നുണ്ട്. അതാരാ കാറില്? കരുണൻ ചിറ്റപ്പനായിരിക്കോ ഗൾഫീന്ന്? അതല്ലടാ, അത് സത്യപോയ മുതലാളിയുടെ ഡെഡ് ബോഡിയാണ്. ഓ, നിന്റെ കരുനാക്കൊണ്ടൊന്നും മിണ്ടാതിരിക്കും. ഞാൻ പറഞ്ഞില്ലേ മാമനൊന്നും പറ്റിയില്ല. എന്നാലും രാജാണ്. അതെ കഥറെ, ഞാൻ തന്നെ. അവനെന്തേ ബിച്ചു? മാമനോ ഇങ്ങനെ പോന്നു. എന്തൊക്കെയുണ്ട് മാമ വിശേഷം? മാമൻ എന്താ കാറിലൊക്കെ? നീ എന്താണ് എന്നെ കൊല്ലാൻ നോക്കിയിട്ട് ഇവിടെ വന്ന് നാടകം കളിക്കുന്നു? ഞാനോ എപ്പോ ഓ, നീ ഒന്നും പറയണ്ട അംബികയെ. നീ കേക്കണം, ഇവന്റെ തൊളയുള്ള വഞ്ചിയിൽ നീന്തലറിയാത്ത എന്നെ കേറ്റിയിട്ട് ഇവരൊക്കെ കൂടി മുക്കി കൊല്ലാൻ നോക്കിയടി. മാമൻ ഇങ്ങോട്ട് വന്നേ. മാമന് വെള്ളം കൂക്കി കയറിയിട്ട് എന്തോ കുഴപ്പമാ. ഇവിടെ വന്ന് കുറച്ചേരം കിടക്ക്, അപ്പൊ ശരിയാവും. നീ എന്നെ അങ്ങനെ കടത്താൻ നോക്കണ്ട. ഇവന്റെ വഞ്ചിക്ക് ഓട്ടയുണ്ടെന്ന് അതിന്റെ അകത്ത് വെള്ളം കയറുന്നത് എനിക്കറിയാതെ വരുന്നില്ല. പറ്റു, എന്നെ എന്തിനാണ് കൊല്ലാൻ നോക്കിയത്? ഓ, ഒന്ന് പറഞ്ഞു കൊടുക്ക് കാതർക്ക. ഞമ്മള് പറഞ്ഞുതരാം. ഓനെ വലിയ കുറ്റം പറയണ്ട. ഞമ്മക്കൊരു വഞ്ചി ചുറ്റി ചൊല്ലിട്ടായിരുന്നു. പിന്നെ ഗോവ നെറ്റ് വെള്ളത്തിലേക്ക് ചാടി കേറ്റ മോലെ രൂപി. അന്റെ അച്ഛനായിരുന്നു പല്ലോ പാങ്കത്തല്ലായിരുന്നു. വെള്ളത്തേക്ക് മിനിറ്റ് പിച്ച് ചൂണ്ടിട്ട് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലം കുറ്റി ചത്തുപോയാണ്. എന്നിട്ട് പോകാൻ എല്ലാരും കൂടി കുറ്റം പറയണം. പാവം കൊച്ചി, വെറുതെ എല്ലാരും കൂടി ആ കൊച്ചിനെ കുറ്റം പറയല്ലേ. ആന്റി മീൻ വറുത്തിപ്പ ചോറ് തരാം. മോനെ ബിച്ചു, നീ കാതർക്കട കൂടെ പോയിരിക്കും. ആന്റി ഇപ്പൊ ചോറ് എടുക്കാം. ഓ ശരി ആന്റി. കാതർക്ക വന്നത് നന്നായി. അല്ലെങ്കിൽ ഇല്ല എല്ലാവരും കൂടി ഈ സുഗുണന്റെ വാക്കും കേട്ട് എന്നെ തെറ്റിദ്ധരിച്ചാനെ. മാമനാണെങ്കിൽ ഇപ്പോഴും ബോധം ശരിക്കും വീണിട്ടില്ല. നീ വിഷമിക്കണ്ട മോനെ ബിച്ചു. നീ മീൻ വറുത്തത് കഴിച്ചേ. ആന്റി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട്. കാതർക്കാക്ക് കൊടുക്കാന്റി. കാതർക്കല്ലേ നമ്മുടെ ഗസ്റ്റ്. ഞമ്മക്ക് വേണ്ട പോലെ റൂബി ഇച്ചി കഴിച്ചോക്ക്. എങ്ങനെ പറയാ, നല്ല മനം പറഞ്ഞു. മീൻ വറുത്തതിന്റെ മണം വരുന്നുണ്ടല്ലോ. ആരെവിടെ മീൻ വറുത്തത്? കാതറോ, നീ എപ്പോ വന്നു? ആ, മാമന്റെ ബോധം വന്നെന്നാ തോന്നുന്നേ. അത് കാര്യാക്കണ്ട. റൂബി, നീ കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. കാണാൻ നല്ല രസമുണ്ട്, നല്ല മണം വരുന്നുണ്ട്.
ഞാൻ നോക്കട്ടെ എങ്ങനെയിരുന്നു. ഞമ്മക്ക് ഈ മീനൊന്നും പറ്റൂല പോലെ വല്ല മട്ടൻ കറി ഉണ്ടാക്കിയാണെങ്കിൽ നോക്കായിരുന്നു. മട്ടൻ കറിയോ? അതിനിപ്പോ ആടിന് എവിടെ പോവാനാ? ആദ്യ കഴിയുന്ന ഒച്ചല്ലേ ഹംക്ക് ഇപ്പന്നെ കേട്ടത്. അതിന് പിടിച്ച് ഞരക്കുന്നു. അയ്യോ മണിക്കുട്ടിയോ, കാതർക്ക് ഈ മീൻ കഴിക്കി, ഇത് തിന്നോ. മണിക്കുട്ടി ഞങ്ങൾ വളർത്തുന്നത് അറക്കാനല്ല, പാലിഞ്ഞ. അത് ശരി, വേണ്ടെങ്കി വേണ്ട, മീനെങ്കി മീന്. അല്ല ഇത് മൊത്തം തീർന്ന. അയ്യോ തീർന്നു പോയോ? ആരാ തീർത്തത്? അന്റെ കീരിയും എന്താണ്ട് ബിരീഷേ, മീൻ മൊത്തം എന്റെ തൊള്ളയിലാണ്. എന്നിട്ട് അവൻ തീർത്താളെ നീച്ചെടുക്കുന്നു.